നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 35 സീറ്റുകളിൽ സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കി ബി.ജെ.പി. എ ക്ലാസ് മണ്ഡലങ്ങളിലടക്കം 3 പേരുടെ വീതം പട്ടികയാണ് തയ്യാറാക്കിയത്. സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് തന്നെ മത്സരിക്കും. ഒരുക്കങ്ങളും അദ്ദേഹം തുടങ്ങി. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ബി.ജെ.പി ഒരു മുഴം മുന്നേ എറിഞ്ഞിരിക്കുകയാണ്. 35 സീറ്റിലേക്കുള്ള സാധ്യതാ സ്ഥാനാർത്ഥി പട്ടിക ബി.ജെ.പി തയ്യാറാക്കി കഴിഞ്ഞു. ഇന്നലെ ചേർന്ന ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയാണ് ഈ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയത്. എ ക്ലാസ് മണ്ഡലങ്ങളടക്കം ഈ 35 സീറ്റിൽ ഉൾപ്പെടുന്നു. ഒരു മണ്ഡലത്തിൽ നിന്ന് 3 പേരുടെ പേരുകളാണ് സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത്. ബി.ജെ.പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ നേമത്ത് തന്നെ മത്സരിക്കും. നേമ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന 2 സംഘടനാ മണ്ഡലങ്ങളിലെ ചുമതലക്കാരുടെ യോഗം ഇന്നലെ തന്നെ ബി.ജെ.പി സംസ്ഥാന കാര്യാലയത്തിൽ വിളിച്ചു ചേർക്കുകയും ചെയ്തിട്ടുണ്ട്. അതായത് തകൃതിയിലായി ഒരുക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നു. വി മുരളീധരൻ കഴക്കൂട്ടത്തും കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്തും മത്സരിക്കും. കെ സുരേന്ദ്രൻ മഞ്ചേശ്വരത്ത് മത്സരിക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ്. അവിടെ സുരേന്ദ്രന് വിജയസാധ്യത ഉണ്ട് എന്നതാണ് കേന്ദ്ര നേതൃത്വം കണക്കുകൂട്ടുന്നത്. അതുകൊണ്ടാണ് സുരേന്ദ്രൻ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരനാകട്ടെ, അദ്ദേഹം കഴക്കൂട്ടം കേന്ദ്രീകരിച്ചാണ് ഏറെക്കാലമായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ വി മുരളീധരന്റെ കാര്യത്തിലും സംശയമില്ല. ഇനി വട്ടിയൂർക്കാവ് ബി.ജെ.പിയുടെ എ ക്ലാസ് മണ്ഡലമാണ്. അവിടെ ആര് മത്സരിക്കുമെന്നതാണ്. അക്കാര്യത്തിൽ സംസ്ഥാന നേതൃത്വം ഒറ്റക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. അത് ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റും നിലവിൽ കൗൺസിലറുമായ ആർ ശ്രീലേഖ IPSന്റെ പേരാണ്. ആർ ശ്രീലേഖ മത്സരിക്കാൻ താല്പര്യമില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും പാർട്ടി നിർദ്ദേശം അവർ അനുസരിക്കുമെന്നാണ് നേതൃത്വം വിലയിരുത്തുന്നത്. കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം കൂടി വന്നാൽ ശ്രീലേഖ മത്സരരംഗത്തുണ്ടാകുമെന്നാണ് പാർട്ടി നേതൃത്വം പറയുന്നത്. ഇനി ശോഭാ സുരേന്ദ്രൻ എവിടെ മത്സരിക്കുമെന്നതാണ്. ശോഭാ സുരേന്ദ്രന്റെ പേര് പല മണ്ഡലങ്ങളിൽ നിന്ന് ഉയർന്നിട്ടുണ്ടെങ്കിൽ പോലും സംസ്ഥാന നേതൃത്വം ഉൾപ്പെടുത്തിയിരിക്കുന്നത് പാലക്കാട്, കായംകുളം, ഹരിപ്പാട് എന്നീ മണ്ഡലങ്ങളിലാണ്. MT രമേശ് തൃശ്ശൂരോ കോഴിക്കോടോ ആയിരിക്കും മത്സരിക്കുക. തിരുവനന്തപുരം സെൻട്രലിലടക്കം ആരൊക്കെ മത്സരിക്കണമെന്ന കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് മത്സരരംഗത്തുണ്ടാകില്ല. അദ്ദേഹം അക്കാര്യം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട്. ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ചുമതലയായിരിക്കും അദ്ദേഹം നിർവഹിക്കുക. മുൻ ഗവർണർമാരായ PS ശ്രീധരൻപിള്ള, കുമ്മനം രാജശേഖരൻ, ഇവരിൽ PS ശ്രീധരൻപിള്ള എവിടെ മത്സരിക്കുമെന്നുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ അദ്ദേഹം മത്സരരംഗത്തുണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അദ്ദേഹം മത്സരിക്കാൻ ഉണ്ടാകില്ലെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ കേന്ദ്ര നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹം മത്സരിക്കണമെന്ന് നിർദ്ദേശം വന്നാൽ അദ്ദേഹം ചെങ്ങന്നൂരോ തിരുവല്ലയിലോ ആയിരിക്കും മത്സരിക്കുന്നത്. പക്ഷേ തിരുവല്ലയിൽ ബി.ജെ.പി സംസ്ഥാന നേതൃത്വം പ്രഥമ പരിഗണന പട്ടികയിൽ നൽകിയിരിക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണിയുടെ പേരാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷോൺ ജോർജ് പാലായിലെ പട്ടികയിലെ ഒന്നാമത് തന്നെയാണ്. ഇത്തരത്തിലാണ് ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വച്ചിരിക്കുന്നത് വിന്നബിലിറ്റി ഉള്ളവർ മത്സരിക്കണം, അതായത് ജയിക്കാൻ കെൽപ്പുള്ളവർ മത്സരിക്കണമെന്നതാണ്. അങ്ങനെ പറയുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലെല്ലാം മത്സരിച്ച് പരാജയപ്പെട്ടവർക്ക് സ്ഥാനാർത്ഥിത്വം നൽകുന്നത് ഈ വിന്നബിലിറ്റിക്ക് വിരുദ്ധമാകും എന്ന ഒരു നിലപാടും പാർട്ടിക്കകത്ത് നിന്ന് ഉയർന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്ന 35 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക ഉടൻ തന്നെ ബി.ജെ.പിയുടെ കേന്ദ്ര പാർലമെന്ററി ബോർഡിനെ സമർപ്പിച്ച് കേന്ദ്ര നേതൃത്വമായിരിക്കും അന്തിമമായി സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കുന്നത്. പ്രശാന്ത് കൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.